പരിപാലിക്കുവാൻ CST സമൂഹത്തിന്റെ കരങ്ങളിൽ ദൈവം ഫലമേൽപ്പിച്ചതാണ് ഈ സേക്രഡ് ഹാർട്ട് ബാലനഗർ. 90 ജോസഫ് മുണ്ടുമുടിക്കര CST, റോട്ടേറിയൻ ശ്രീ വേണുഗോപാല മേനോൻ എന്നിവർക്കും ആശംസകൾ നേരുന്ന സഹവികാരി റവറൻഡ് ഫാദർ പോൾ കദളിക്കാട്ടിൽ, മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശാന്ത ആന്റണി, വാർഡ് മെമ്പർ ശ്രീ ബിജു പാലാട്ടി, സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീ ദേവദാസ് എന്നിവർക്കും സേവന പാരമ്പര്യത്തിന്റെ തിലകക്കുറി ചാർത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉത്തുംഗ ശൃംഖങ്ങളിൽ വിരാജിക്കുന്ന സേക്രഡ് ഹാർട്ട് ബാലനഗറിന്റെ വാർഷിക ആഘോഷവേളയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് ഒരു അഭിമാനമായി ഞാൻ കരുതുന്നു. പ്രദേശത്തിന്റെ സഭ മൂക്കന്നൂര് ഇവിടെ സ്ഥാപിതമായിരിക്കുക. സഭ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 1913 ഈ ഭവനം, ഈ സ്ഥാപനം കുട്ടികൾക്ക് വേണ്ടി ഇവിടെ രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ അതിന് സഭയ്ക്കും ഈ വസ്തു ദാനം ചെയ്ത ആ നല്ല മനുഷ്യനും ഇതിന് നല്ലൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു ഭാവനയുണ്ടായിരുന്നു. 99 വർഷക്കാലം ഈ ഭവനം, ഈ സ്ഥാപനം ഒത്തിരിയേറെ കുട്ടികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് പരിശീലിച്ച് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ, രാജ്യത്തിന്റെ, നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ സാധ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാവുന്നതാണ്.
അച്ഛൻ ഫാദർ പറഞ്ഞപ്പോൾ പറയുണ്ടായി, റോട്ടറി ക്ലബ്ബ് ഒരു സേവനം ഈ സ്ഥലത്ത് ഈ ബാലനഗർ സ്കൂളിലേക്ക് കൊടുക്കുകയും അത് ഇവിടുത്തെ 185 വരോളം വരുന്ന കുട്ടികൾക്ക് അത് ഉപയോഗപ്പെടുകയും ചെയ്തു എന്ന്. ഞങ്ങൾ ഈ ഒരു അവസരത്തിനെ ഞങ്ങൾ സഹായം ചെയ്തു എന്നല്ല ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സഹായം ചെയ്യാനായിട്ട് ഒരവസരം ഈ ബാലനഗർ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നുള്ളതാണ്. അതിനെ ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞങ്ങളുടെ റോട്ടറി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നേക്ക് അല്ലെങ്കിൽ വരുന്ന 23-ാം തീയതി 107 വർഷം തികയ്ക്കുകയാണ്. ബാലനഗർ എന്ന് പറയുന്ന ഈ സ്ഥാപനം 99 വർഷം ഇന്ന് തികയുകയാണ്. ഒന്ന് ആലോചിച്ചാൽ അറിയാം, 99 വർഷം കൊണ്ട് എത്രയധികം കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ വളർത്തിയെടുത്ത് അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എത്രയോ അധികം ബ്രദേഴ്സും ഈ CST സഭയും അതിനുവേണ്ടി എത്രയധികം സമയവും പൈസയും അവരുടെ സർവീസസും ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ചെറിയ ഒരു സപ്പോർട്ട് ഈ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും വർണ്ണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പേരിൽ സഹോദരന്റെ മുന്നിൽ മതിൽ കെട്ടുന്ന മനോഭാവമാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ കാണപ്പെടുന്നത്. 99 വർഷത്തെ പഴക്കവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് ബാലനഗർ ഫെസ്റ്റ് നമ്മൾ ആഘോഷിക്കുക. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 99 വർഷം അല്ലെങ്കിൽ 100ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു, സെന്റിനറി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എന്തുമാത്രം കുട്ടികൾ ഉണ്ടെന്നുള്ള വസ്തുത നമുക്കറിയാൻ കഴിയും. ഈ 1910, 11, 13 ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ സന്യാസ സഹോദരന്മാരുടെ ഒരു സഭ തുടങ്ങാനും ഒരു അനാഥശാല തുടങ്ങാനും ജാതി മത ഭേദമന്യേ കുട്ടികളെ എടുത്ത് വളർത്തി അവർക്ക് അക്ഷരജ്ഞാനവും സാങ്കേതിക ജ്ഞാനവും കലാസാംസ്കാരിക രംഗങ്ങളിൽ വേണ്ടത്ര അറിവും കഴിവുമൊക്കെ നൽകി സമൂഹത്തിലെ പൗരന്മാരായി വളർത്തുക എന്ന ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് കുളങ്ങര ഗർവാസീസ് ഈ സ്ഥലം ഇവിടെ ദാനം നൽകിയത്. അസന്നരും ആലംബഹീനരുമായ അനേകരുടെ ജീവിതപാതകളിൽ വെളിച്ചം പകരാൻ ഈ സ്ഥാപനം വഹിച്ചിട്ടുള്ള പങ്ക് വാക്കിൽ ഒതുക്കി നിർത്താനാവില്ല. ഇന്ന് സേക്രഡ് ഹാർട്ട് ബാലനഗർ കേരളത്തിലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമായിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. 2011 മാർച്ചിൽ SSLC പരീക്ഷ എഴുതിയ 23 കുട്ടികളും ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കി വിജയിച്ചു. ഇത്തരുണത്തിൽ അവർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി നേരുകയാണ്. നടപ്പ് വർഷം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 185 വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഇവരെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് പാഠ്യ വിഷയങ്ങൾക്കും പാഠ്യേതര വിഷയങ്ങൾക്കും പരിശീലനം നൽകി വരുന്നു. പഠനത്തിൽ പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിങ് നൽകി വരുന്നു. 99ാമത്തെ വാർഷിക ദിനാഘോഷ വേളയിൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല,
ദൈവസ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായി ഈ സ്ഥാപനം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുക. ഒരു മുക്കന്നൂർ ഗ്രാമത്തിന് തന്നെ ഒന്നടങ്കം അഭിമാനിക്കാനും സന്തോഷിക്കുവാനുള്ള ഒരു നല്ലൊരു സ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനേകം കുഞ്ഞു മക്കളെ ഇവിടെ വളർത്തി വലുതാക്കി അവരുടെ ഭാവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് വരെ പ്രദേശം ചെയ്യുന്ന അവരുടെ നിസ്വാർത്ഥമായ സേവനത്തിന് എന്ത് വില കൊടുത്താലും നമുക്ക് മതിയാകുകയില്ല.